വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ വന്ന് ശാരീരിക പരിശോധിക്കുകയും ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയോട് പറയുന്നുണ്ട്, ബോധം തിരികെ വന്നിട്ടുണ്ട്, പക്ഷേ ഉണരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഈ വിഷം എങ്ങനെ ശാരികയുടെ കയ്യിലെത്തിയും ചോദിക്കുമ്പോൾ തെങ്ങിന് അടിക്കാനായിട്ട് ശങ്കരേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്, അതിൻ്റെ ബാക്കി ഇവിടെ വെച്ചിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം അത് വളരെ വിഷാംശമുള്ളത് തന്നെയാണ്. വയറൊക്കെ കഴുകി കളഞ്ഞത് കൊണ്ട് കൂടുതൽ പ്രശ്നമില്ല. പക്ഷേ ഇതിന് ഒരു ദോഷവശം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഷം ചിലപ്പോൾ ആന്തരിക അവയവങ്ങളെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് നമുക്ക് പരിശോധനയിലൊന്നും തെളിയില്ല. അതൊരു സൈലന്റ് കില്ലറാണ്. കിഡ്നിയെയോ കരളിനെയോ ഹൃദയത്തെയോ ഒക്കെ ബാധിക്കാം. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അങ്ങ് ഡോക്ടർ പറയുമ്പോൾ ശാരദാമ്മ ആകെ അങ്ങ് വിഷമിക്കുകയാണ്. ശ്യാമയ്ക്കും അങ്ങ് വിഷമമാവുന്നുണ്ട്. ശ്യാമ ചോദിക്കുകയാണ്, അതിനുള്ള ചികിത്സ കൂടി ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഏത് അവയവത്തെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടർ തിരികെ ചോദിക്കുന്നുണ്ട്. അന്നേരം പരിശോധിച്ചാൽ അറിയില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീടല്ലേ, ഇപ്പോഴത് അറിയാനായിട്ട് സാധിക്കില്ല. ശാരികയ്ക്ക് എന്തെങ്കിലും ഔഷധയോ ബുദ്ധിമുട്ടോ ഒക്കെ തോന്നുകയാണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻ ഒരുവിധം ആ വിഷാംശത്തെ തടയുന്നതാണ്. പിന്നെ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വിഷാംശം പൂർണ്ണമായും ചിലപ്പോൾ നീങ്ങിയിരിക്കാം. നമുക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ശാരദാമ്മയെ ആശ്വസിപ്പിക്കുക, എല്ലാവരുടെ യാത്ര പറഞ്ഞ് പോവുകയാണ്. അതേസമയം ശാരദാമ്മ ആകെ സങ്കടപ്പെട്ട് ശാരിക അടുത്തേക്ക് ഇരുന്ന് തലയൊക്കെ തടവി കൊടുക്കുകയാണ്. തുടർന്ന് ശ്യാമ നിന്നങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം എന്താ മോളെ നിങ്ങൾ ചോദിക്കുമ്പോൾ, ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ എന്തുമാത്രം ശാരികേച്ചിയുടെ വലിയേച്ചിയുടെ മനസ്സ് വേദനിപ്പിച്ചു, ഒന്നിനും കൊള്ളാത്ത ജന്മം എന്നുവരെ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് വലിയേച്ചി എന്നും പറഞ്ഞ് ശാരി അങ്ങ് വിളിക്കുകയാണ് ശ്യാമ. അന്നേരം സാരമില്ല മോളെ, വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ, ഈ ഓർമ്മ ഉണ്ടായാൽ മതി, എൻ്റെ വായിൽ നിന്നും ഒരുപാട് വേണ്ടാത്തതൊക്കെ വീണിട്ടുണ്ട് എന്നും പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിച്ച് ശാരദാമ്മയിൽ നിന്നങ്ങ് കരയുകയാണ്. അതേസമയം ആകെ വിഷമിച്ച് അവിടെ ശാന്തയും രാജിയും നിപ്പുണ്ട്. അവരും രാവിലെ വേണ്ടാത്തതൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ അത് ശാരിക കേട്ടു എന്ന് അവരറിഞ്ഞിട്ടില്ല. ഇതേസമയം വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും വീട്ടിൽ ശാരികയുടെ കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ശാലിനി വന്ന് ചോദിക്കുകയാണ്, സത്യത്തിൽ വീട്ടിൽ പോയപ്പോൾ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയോട് പറയുന്നതൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ വീണ്ടും ഇവിടെ ശാലിനി ചോദിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നല്ലേ പറഞ്ഞത്, രണ്ടെന്നല്ലല്ലോ, എന്താ അവിടെ നടന്നതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആ സംഭവങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ഇതാണോ ഇത്ര വലിയ കാര്യം, സത്യാമ്മ പറഞ്ഞു വെച്ച വണ്ടിയല്ലേ നമ്മൾ വാങ്ങിച്ചത്, അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും ദേഷ്യവും ഒക്കെ ആയിരിക്കും ഉദ്ഘാടനത്തിന് വരാത്തത് എന്നൊക്കെ പറയുമ്പോൾ, ആ അമ്മയല്ലേ നമ്മൾ ഉദ്ഘാടനം ക്ഷണിച്ചത് എന്നൊക്കെ ചോദിച്ച് വിഷ്ണു അങ്ങ് സങ്കടപ്പെടുകയാണ്. ഇന്നത്തെ കച്ചവടമാണെങ്കിൽ വളരെ നഷ്ടത്തിലായിരുന്നു, നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനാണെങ്കിൽ ആകെ അങ്ങ് വേവലാതിയാണ്. അന്നേരം വിജയം നമ്മളെ തേടി വരികയല്ല, നമ്മൾ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കണം. ആദ്യത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ സത്യാമ്മയുടെ കാര്യം, സത്യാമ്മയാണെങ്കിൽ ഇപ്പോൾ ഒരു മുഖം മൂടി അഴിഞ്ഞിരിക്കുകയാണ്. അത് അഴിച്ച് വയ്ക്കുന്നതിൽ സത്യാമ്മയ്ക്ക് ചെറിയൊരു വിഷമം കാണും. സത്യത്തിൽ ഇപ്പോൾ വിഷ്ണുവേട്ടൻ്റെ വിജയം സത്യാമ്മ വരെ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് വിഷ്ണുവിന് അങ്ങ് ധൈര്യവും ആശ്വാസവും ഒക്കെ അങ്ങ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ശാലിനി. അന്നേരം വിഷ്ണുവിന് ചെറുതായിട്ട് വിഷമമൊക്കെ മാറുന്നുണ്ട്. ഇതേസമയം രാത്രി റൂമിലേക്ക് വരുന്ന സത്യഭാമ മേശപ്പുറത്ത് ആ വിഷ്ണു കൊടുത്തേച്ച പൊതി ഇരിക്കുന്നത് കാണുകയാണ്. തുടർന്ന് അത് എടുത്തിട്ട് അതിങ്ങനെ മണത്ത് നോക്കുകയാണ് ആദ്യം. അതിനുശേഷം രാഘവൻ നായർ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്, എൻ്റെ മക്കള് ചോരയും നീരും ഒക്കെ വീർപ്പാക്കി ഉണ്ടാക്കിയതാണ്, എനിക്കിത് അമൃതാണെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്ന സത്യഭാമയ്ക്ക് അങ്ങ് സങ്കടം വരികയാണ്. അതിനുശേഷം ഭാമ കട്ടിലേക്ക് ഇരുന്ന ശേഷം ആ പൊതി നിവർത്തുന്നുണ്ട്, കവറിൽ നിന്നോ പൊതി എടുത്ത് നിവർത്തുകയാണ്. അന്നേരമാണ് രാഘവൻ നായർ വീൽ ചെയറിൽ ആ റൂമിൻ്റെ വാതിൽക്കലേക്ക് വരുമ്പോൾ രാഘവൻ നായർ ശ്രദ്ധിക്കുക എന്താണ് സംഭവം എന്ന്. തുടർന്ന് രാഘവൻ നായർ കാഴ്ച കാണുകയാണ്. സത്യഭാമ പൊതി തുറന്ന് അതിങ്ങനെ പൊതിയോടുകൂടി എടുത്ത് ആദ്യം ഒന്ന് മണത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് സന്തോഷവും ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് അത് കഴിക്കാൻ തുടങ്ങിയാണ്. ഇതേസമയം വിഷ്ണുവിനെ വീണ്ടും ശാലിനി അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അതെ, ഈ സത്യാമ്മ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴാണ് രാഘവൻ നായർ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അന്നേരം അച്ഛനാണല്ലോ എന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യണം. ആ അച്ഛാന്നും പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ, മോളെ ഇത് നോക്കിക്കുകയെന്ന് പതുക്കെ രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് ഭാമ കഴിക്കുന്നത് രാഘവൻ നായർ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം അത് കാണുമ്പോൾ ശാലിനിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. സത്യഭാമ ദോശയും ആ ഇഡലിയും ചമ്മന്തിയും ഒക്കെ അതീവ രുചിയോടുകൂടി അങ്ങ് ഇരുന്ന് കഴിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവായിട്ട് അത് നോക്കിക്കുകയെന്നും പറഞ്ഞ് വിഷ്ണുവിന് കാട്ടിക്കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ വിഷ്ണുവിന് കരയണോ ചിരിക്കണോ സന്തോഷമോ സങ്കടമോ ഒക്കെ ഒരുമിച്ച് വരികയാണ്. തുടർന്ന് വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ വളരെ രുചിയോടുകൂടി ഓരോന്നും എടുത്ത് കഴിക്കുകയും കണ്ണീരൊക്കെ വരുന്നുണ്ട്, കണ്ണീര് തുടയ്ക്കുന്നുണ്ട്, പിന്നെയും കഴിക്കുന്നു, അത് മൊത്തം കഴിക്കുകയാണ്. അന്നേരം വിഷ്ണുവും കരയുന്നു.
കരയുന്നുണ്ട്. ശാലിനിയും രാഘവൻ നായർക്ക് വരെ സങ്കടം വരികയാണ് ആ കാഴ്ച കണ്ടിട്ട്. തുടർന്ന് രാഘവൻ നായർ പെട്ടെന്ന് ആ ഫോൺ അങ്ങ് മാറ്റി പിടിച്ചിട്ട് വീൽ ചെയർ കുറച്ച് മുന്നിലേക്ക് തള്ളി ആ റൂം കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഫോൺ വിഷ്ണുവിനോട് കാണിക്കുകയാണ്. എടാ കണ്ടില്ലേ, അവളൊരു പാവമാണ്, പുറമേ ഒരു ഇരുമ്പ് ചട്ട അണിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, അവൾ പാവമാടാ, അതിനോട് സ്നേഹമുണ്ട്, മോനെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഫോണും കട്ട് ചെയ്യുകയാണ്. അന്നേരം വിഷ്ണുവിന് അങ്ങ് ആകെ സന്തോഷമാവുകയാണ്. വിഷ്ണുവിൻ്റെ സങ്കടം എല്ലാം അങ്ങ് മാറുകയാണ്. തുടർന്ന് ഫോൺ വെച്ച വിഷ്ണു ആണെങ്കിൽ അമ്മ അമ്മ എന്നും പറഞ്ഞ് ശാലിനിയോടങ്ങ് പറയുകയാണ്. സ്നേഹം കണ്ണൊക്കെ നിറയുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ 2 തോളിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് ഇപ്പോൾ എൻ്റെ അമ്മക്കുട്ടിയുടെ സങ്കടം മാറിയില്ലേ, സന്തോഷമായില്ലേ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഇങ്ങനെ 2 കവിളിലേക്ക് ഇങ്ങനെ പിച്ചിക്കൊണ്ട് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ചിരിച്ചുകൊണ്ട് തലകുലുക്കുകയാണ്. അന്നേരം ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട്, റെസ്റ്റോറൻറ്റിൽ ബാക്കി വന്ന പ്രശ്നമില്ലേ, അതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ ഷോളൊക്കെ എടുത്തിട്ട് വിഷ്ണുവിനെയും പിടിച്ച് തള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം എങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ വന്നേ, എൻ്റെ കൂടെ വന്നേന്നും പറഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടി ശാലിനി ഇറങ്ങുകയാണ്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി വാനിൽ ഒരു റോഡ് സൈഡിലേക്ക് പോവുകയാണ്. അവിടെ കുറേ ഭിക്ഷക്കാർ, വീടില്ലാത്തവർ റോഡിൻ്റെ സൈഡിൽ കിടന്നുറങ്ങുന്ന ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കുറേ പേര് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ആ റോഡിൻ്റെ 2 സൈഡിലും. വിഷ്ണുവിനോട് ശാലിനി വണ്ടി നിർത്താൻ പറയുകയാണ്. അന്നേരം വണ്ടി നിർത്തിയ ശേഷം 2 പേര് ഇറങ്ങി ആദ്യം കണ്ട ഒരു സ്ത്രീ അവർ ഉറങ്ങുകയാണ്. വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ലയെന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവന്ന ആ ബാസ്ക്കറ്റിൽ നിന്നും ഓരോ പൊതി കൊടുക്കുകയാണ്. അന്നേരം ഓരോരുത്തരായിട്ട് ഉണരുകയാണ്. അന്നേരം എല്ലാവർക്കും വിഷ്ണുവും ശാലിനിയും കൂടി ചേർന്ന് ഭക്ഷണം കൊടുക്കുകയാണ്. അന്നേരം സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാവരും അത് വാങ്ങുന്നത്. വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മുമ്പിൽ വെച്ച് തന്നെ അവരെല്ലാവരും പൊതി തുറന്ന് വളരെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, ഭക്ഷണം ബാക്കി വന്നു എന്നുള്ള സങ്കടം ഇപ്പോൾ മാറി കിട്ടിയില്ലേ എന്ന്. അന്നേരം വിഷ്ണുവിനും കണ്ണ് നിറയുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, ശാരദാമ്മയുടെ വാക്കുകളിലെ സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി വേറെ ഒരു കാര്യം ചെയ്താലും കിട്ടില്ല. അത് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വിഷ്ണു അങ്ങ് പറയുമ്പോൾ ആ ഭക്ഷണം കിട്ടിയപ്പോൾ അവരുടെ കണ്ണുകളിലെ സന്തോഷമുണ്ടല്ലോ, അത് മതി ഈ ജന്മം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാനായിട്ടെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ഓരോരുത്തരെയും നോക്കിയിരിക്കുകയാണ്. അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. തുടർന്ന് അവർ വിഷ്ണുവിനും ശാലിനിയും കൂടി അങ്ങ് തിരികെ വീട്ടിലേക്ക് വരികയാണ്. ഇതേസമയം ആ രാത്രി തന്നെ പ്രീതിയുടെ റൂമിലേക്ക് സുസ്മിത വരികയാണ്. അകത്ത് കയറിയ ശേഷം അകത്ത് നിന്ന് വാതിൽ കുറ്റിയിട്ടിട്ട് പ്രീതിയുടെ അടുത്തേക്ക് കസേര നീക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ചെവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചത്തോന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രീതിയൊന്നും പ്രതികരിക്കില്ലല്ലോ. തുടർന്ന് സുസ്മിത ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് പ്രീതിയുടെ അടുത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, നീ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട, ഇന്ന് രാത്രി മുഴുവൻ നിനക്ക് ഞാനാണ് കൂട്ട്, ഞാൻ നിനക്ക് കാവലിരിക്കാൻ പോവുകയാണ്, പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പ്രീതിയെ നോക്കി തന്നെ ഇങ്ങനെ കാലുമേ കാലും കയറ്റിയൊക്കെ സുസ്മിത ഇരിക്കുകയാണ്. എന്തോ ഉദ്ദേശം അവിടെ സുസ്മിതയ്ക്കുണ്ട്. ഇതേസമയം വിഷ്ണുവും ശാലിനിയും കൂടി തിരികെ വീട്ടിലേക്ക് വാനിൽ വരികയാണ്. അന്നേരം കുറച്ച് മുന്നോട്ട് വണ്ടിയിൽ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ശാലിനി മുമ്പിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ബോർഡ് കണ്ടിട്ട് വിഷ്ണുട്ട പെട്ടെന്ന് നിർത്തുമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പെട്ടെന്ന് വണ്ടി നിർത്തി എന്താ ചോദിക്കുമ്പോൾ ദേ അത് നോക്കിക്കേന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയാണ്. അന്നേരം പോസ്റ്റിലും മതിലിലും ഒക്കെ ശാരദാസ് കഫേ എന്ന് എഴുതിയിട്ട് അതിൻ്റെ പരസ്യം കൊടുക്കുകയാണ്. ന്യായമായ വിലയിൽ ദോശ, പെറോട്ട, ചപ്പാത്തി എല്ലാം കിട്ടും എന്നൊക്കെ താഴെ ഒരു ഫോൺ നമ്പരും ഒക്കെ. അന്നേരം ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ പരസ്യമല്ലേ, നമ്മളല്ലാതെ പിന്നെ ആര് കൊടുക്കാനാന്നും പറഞ്ഞ് അവരിങ്ങനെ ചുറ്റും നോക്കിയാണ്. അന്നേരമാണ് ദൂരെ കാഴ്ച അവർ കാണുന്നത്. രാഘവൻ നായർ വീൽ ചെയറിലിരിക്കുകയാണ്. കുറേ നോട്ടീസ് രാഘവൻ നായരുടെ കൈവശമുണ്ട്. ഓരോ പോസ്റ്റിലും അതിലുമൊക്കെ അർജുനാണ് നോട്ടീസ് ഒട്ടിക്കുന്നത്. അന്നേരം മതിയോ വെച്ചാൽ ഇവിടെ വെച്ച് മതിയോ എന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം കുറച്ച് അപ്പുറത്തേക്ക് മേലേക്ക് ഒട്ടിക്കിടാന്നൊക്കെ രാഘവൻ നായർ വീൽ ചെയറിലിരുന്ന് കൊട്ടേഷൻ വിടുകയാണ്. അന്നേരം അച്ഛനല്ലേ അർജുൻ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് അച്ഛാന്നും പറഞ്ഞ് വിഷ്ണു ചെല്ലുകയാണ്. അന്നേരം മക്കളെ നിങ്ങളോന്നും പറഞ്ഞ് രാഘവൻ നായർ നോക്കുകയാണ്. അല്ല അച്ഛാ ഇതൊക്കെ എന്താണെന്നും പറഞ്ഞ് വിഷ്ണു ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം അതിൽ നിന്ന് ചാടി ഇറങ്ങി അർജുൻ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ രാഘവൻ നായരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ വിഷ്ണുവും ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ രണ്ടുപേരും കൂടി അർജുനും രാഘവൻ നായരും കൂടി വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ഹോട്ടലിനെ പരസ്യപ്പെടുത്താനും ആളുകളുടെ ഇടയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാവുകയും ചെയ്യും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി ആ പ്രീതിയുടെ റൂമിലിരിക്കുന്ന സുസ്മിതയുടെ ഉദ്ദേശം എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.